അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് മാരകം. ഞാൻ എങ്ങനെ ഒരു പടം തരണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ തന്നെ പടം വന്നേക്കുന്നത്. അല്ലല്ല ക്ലൈമാക്സ് അടിപൊളി. ഇതിനൊക്കെ നല്ല നമ്മള് ഈ ടിവിയിൽ മഹാഭാരതം കണ്ടാ പോരെ. സീരിയലാണോ? സീരിയലും അല്ല, സീരിയൽ ഇതിനൊക്കെ കൊള്ളാം. ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് CGI വർക്കുള്ള സിനിമയാണെന്ന് തോന്നുന്നു. ലോക സിനിമയുടെ മുന്നിൽ ഇന്ത്യൻ സിനിമ അവതരിപ്പിക്കുന്ന ദ ഗ്രേറ്റസ്റ്റ് സയൻസ് ഫിക്ഷൻ എപ്പിക് കൽക്കി AD 2898. തെലുങ്കിൽ നിന്നും പ്രഭാസ്, ഹിന്ദിയിൽ നിന്ന് അമിതാഭ് ബച്ചൻ, തമിഴിൽ നിന്ന് കമൽഹാസൻ, മലയാളത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ ദുൽഖർ. യെസ്, ദ ബിഗ്ഗസ്റ്റ് പാൻ ഇന്ത്യൻ സംഭവം കൽക്കി കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവ്യൂസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ കൽക്കി റിവ്യൂലേക്ക്. ഒരു രക്ഷയില്ല. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് മാരകം. എല്ലാരും വരണം. സെക്കൻഡ് ഹാഫിൽ പടം മാറും. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും മിക്സ് ചെയ്ത് സീൻ അല്ലല്ല ക്ലൈമാക്സ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഒരു ആവറേജ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് വന്നപ്പോ വേറെ ലെവൽ. എങ്ങനെയാണ് നമ്മളെ ഹിസ്റ്ററി ഫുൾ കഥയൊക്കെ എങ്ങനെ പോകുന്നത്? സെക്കൻഡ് ഹാഫ് ഫുൾ ഹിസ്റ്ററി ബേസ്ഡാ. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കൊമേഴ്ഷ്യൽ വരെ മെയിൻ ആയിട്ട് മഹാഭാരതത്തിന് ഫുൾ ടച്ച് ഉണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് രോമാഞ്ച സാധനം. മുക്കാലാണ് വിചാരിച്ചു പ്രഭാസിന് റോൾ ഉണ്ടാവില്ല, പക്ഷെ ക്ലൈമാക്സ് കണ്ടപ്പം സീൻ. എങ്ങനെയാണ് ഹിസ്റ്ററി അറിയാത്തവർക്കും എങ്ങനെ ഫുൾ ഒരു ഡീറ്റെയിൽ ഒന്നും വേണ്ട, നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പടം. ഒരു സിനിമാറ്റിക് ഇതായിട്ട് തന്നെ എടുത്തിട്ടുണ്ടോ ആ സംഭവങ്ങൾ? പിന്നെ എല്ലാം നമ്മുടെ ഒരു കൾച്ചർ ബേസ് ചെയ്ത് ഞാൻ എങ്ങനെ ഒരു പടം തരണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ തന്നെ പടം വന്നേക്കുന്നത്. പിന്നെ ബാക്ക് സ്റ്റോറി ഒക്കെ അറിയാവുന്നതുകൊണ്ടാണോ കണക്ട് ചെയ്യാൻ പറ്റിയത്? ബാക്ക് സ്റ്റോറി അറിയാവുന്നതുകൊണ്ട്, ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, മഹാഭാരതം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നല്ല പടം. സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മൾ ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, പടം പയ്യാണ് പോകുന്നത്. പക്ഷേ ആ ഇന്റർവെൽ സീൻ മുതൽ പിന്നെ ക്ലൈമാക്സ് വരെ ഒറ്റ ഇരിപ്പായിരുന്നത്. അത്രയും ഗംഭീരം പടം. എല്ലാവർക്കും ഈക്വൽ റോളാണ്? പിന്നെ അല്ല, ഈക്വലി ഇപ്പൊ കമൽഹാസന് കുറച്ച് റോളുകൾ, ദുൽഖറൊക്കെ ഉണ്ട്. ദുൽഖറിനൊന്നും റോളൊന്നും ഇല്ല അടുത്തായിട്ട്. അമിതാഭ് ബച്ചൻ ഭയങ്കരം. ഓക്കെ. ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് CGI വർക്കുള്ള സിനിമയാണെന്ന് തോന്നുന്നു. വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മഹാഭാരതവും നമ്മുടെ ഫ്യൂച്ചർ എലമെന്റൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു വിഷ്വലി കുറെ പേർക്ക് ആ ഒരു ബാക്ക് സ്റ്റോറി കണക്ട് ആയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇത് ഒരു യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് കഥയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് എൻഡ് സിനിമയ്ക്ക് ഒരു കഥയ്ക്ക് എൻഡ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് നമുക്കൊരു സ്റ്റോറി ലൈൻ ബേസ്ഡ് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒരു കുറവുണ്ട്. പക്ഷെ വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ച ഭാഗം ഉണ്ടാവുമായിരിക്കും. ഇതിനൊക്കെ നല്ല നമ്മള് ഈ ടിവിയിൽ മഹാഭാരതം കണ്ടാ പോരെ. സീരിയലാണോ? സീരിയലും അല്ല, സീരിയൽ ഇതിനൊക്കെ കൊള്ളാം. എന്തായാലും ഭയങ്കര ഇതൊക്കെ ഉണ്ട്. എന്ത് സെറ്റപ്പ് ഇത് കൊള്ളാം. പക്ഷെ കഥ മനസ്സിലാവാത്തോണ്ടാണോ? കഥ എന്ത് കഥയാ? സുപ്രീം എന്നോ സുപ്രീം ബേക്കറി എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് കുറെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ എന്തോ ഒരു ശരിയില്ലാതെ കാര്യങ്ങളൊക്കെ തോന്നി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാത്തവർക്കൊക്കെ കണക്ട് ആവുമോ? എങ്ങനെയാണ്? എല്ലാവർക്കും ചാൻസ് ഇല്ല, എങ്കിലും കൊള്ളാം. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ. ഫുള്ള് CGF ഫുള്ള് ഹോളിവുഡ് സ്റ്റൈലാണ്. ഫുള്ള് നമ്മള് ഇന്ത്യ വരെ കാണാത്ത ടൈപ്പ് സാധനം ഫുള്ള്. അപ്പൊ കുറെ ക്യാമിയോസ് ഒക്കെ പ്രതീക്ഷിച്ചു, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമറ എല്ലാ പ്രതീക്ഷ എല്ലാം ഉണ്ട്. ദുൽഖറുണ്ട്, ദേവരക്കൊണ്ടുണ്ട്, എല്ലാവരും നൈസായിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ ഒരു കുഴപ്പം പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടാണ്. അപ്പോൾ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രഭാസിന്റെ ഒരു 1 man ഷോ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കാര്യം പ്രഭാസ് ഒരു ആന്റി ഹീറോ ടൈപ്പാണ്. അമിതാഭ് ബച്ചനാണ് കുറച്ചുകൂടെ അതിനകത്ത് ഒരു ഹീറോയ്ക്കുള്ളത്. മൊത്തത്തിൽ കമൽഹാസനൊക്കെ എങ്ങനെയുണ്ട്? കമൽഹാസൻ നമുക്ക് വളരെ കുറവാണ്. പിന്നെ ക്യാമിയോസ് ഞാൻ പറയുന്നില്ല, സർപ്രൈസ് പോകുന്നുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വന്നോ സെക്കൻഡ് ഹാഫ് വന്നോ? ദുൽഖർ ഇല്ല, ലാസ്റ്റ് ഹാഫിലുള്ളതേ ഉള്ളൂ. പക്ഷെ ബാക്കി കുറെ പേരുണ്ട്, അത് നമ്മൾ പറയുന്നില്ല എന്തായാലും. പക്ഷേ വിഷ്വലി ഇന്ത്യയിൽ ബെസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ചില സമയത്ത് ഇമോഷണലി കണക്ഷൻ കിട്ടത്തില്ല. കാര്യം യൂണിവേഴ്സിന്റെ സ്റ്റാർട്ട് ആയോണ്ടേ ഒരു സംഭവമില്ല, ഒരു രക്ഷണം ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് മഹാഭാരതം അറിയാത്തോണ്ടാണോ? ഒന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ കൽക്കി കണ്ടിറങ്ങി ഓഡിയൻസിന്റെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ. കേരളത്തിൽ മിക്കയിടത്തും 2D ഷോസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട കൽക്കി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് അടുത്തൊരു കാണുമ്പോൾ ബൈ.